ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. SSC CGL പരീക്ഷയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് ഏകദേശം ഒരു 3 മാസമാണ് ബാക്കിയുള്ളത്. ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു 3 മാസമാണ് കഷ്ടിയുള്ളത്. ഈ 3 മാസത്തിൽ എങ്ങനെയാണ് CGL പരീക്ഷയ്ക്ക് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ കുറേ പേർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് മനസ്സിലായി. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു സെപ്പറേറ്റ് ആയിട്ട് GK വിഷയങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഓരോരോ ഫാക്കൽറ്റി ആയിട്ട് അവരവർ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങൾ എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ അനുശ്രീ ടീച്ചർ കറണ്ട് അഫയേഴ്സ് എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം, ആ ഒരു പ്ലാനിലേക്ക് എങ്ങനെ ഉൾക്കൊള്ളിച്ച് പഠിക്കണം, എത്ര നാളത്തെ പഠിക്കണം, എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ എങ്ങനെ ഹിസ്റ്ററിയും പൊളിറ്റിയും കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. ഇതേപോലെ ജോഗ്രഫി, എക്കണോമിക്സ് എങ്ങനെ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കേണ്ടുന്ന സാധനങ്ങളല്ല. നിങ്ങൾക്ക് റീസണിങ് എങ്ങനെ പഠിക്കണം എന്നുള്ള അരുമ്പാലം മാഷ് പറഞ്ഞു തന്നു. QAയുടെ വീഡിയോ അതുപോലെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തി ആ CGL സ്റ്റഡി പ്ലാനിലേക്ക് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ചില ഏരിയാസ് ഓക്കെയാണ്. ഇപ്പോൾ ചിലർക്ക് ഹിസ്റ്ററിയും പൊളിറ്റിയും അത്യാവശ്യം നല്ലപോലെ അറിയാം, അതിന് റിവിഷൻ മാത്രം മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജോഗ്രഫിയുടെ എക്കണോമിക്സിനെ നോക്കിയാൽ മതി. ഇല്ല, നിങ്ങൾക്ക് ഹിസ്റ്ററിയും പൊളിറ്റിയും അത്ര സുഖകരമല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നമുക്കറിയാം ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത സെക്ഷണൽ ടൈമറാണ്. വീണ്ടും പറയട്ടെ, GKയുടെ സമയം എടുത്തിട്ട് റീസണിങ്ങിലേക്കോ അല്ലെങ്കിൽ QAയിലേക്കോ കൊടുക്കുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ GKയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള 15 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ 25ൽ മാക്സിമം അറ്റംപ്റ്റ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. അത്യാവശ്യം തിരക്കേടില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ 18-20 അറ്റംപ്റ്റ് ഒക്കെ നമുക്ക് ഉറപ്പായിട്ട് നേടാൻ സാധിക്കും. 18-20 അറ്റംപ്റ്റ് ഒക്കെ നമുക്ക് ഉറപ്പായിട്ട് നേടാൻ സാധിക്കും. ഹിസ്റ്ററി, പൊളിറ്റി എന്ന് പറയുന്ന താരതമ്യേന പ്രാധാന്യം കൂടിയ വിഷയങ്ങളാണ്. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ആദ്യമേ പറയട്ടെ, നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്. ഒരു കാര്യമില്ലാത്ത ഒരു സിലബസ്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് വളരെ ജനറലായിട്ടാണ്, വളരെ വേഗമായിട്ടാണ് അവർ നമുക്ക് സിലബസ് തന്നിട്ടുള്ളത്. ഈ സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം അതിൽ അവർ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, മാറ്റേഴ്സ് ഓഫ് എവറി ഡേ ഒബ്സർവേഷൻസ്. എല്ലാ ദിവസവും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? എക്സ്പീരിയൻസ് ഇൻ ദെയർ സയൻറ്റിഫിക് ആസ്പെക്ട് ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നമുക്കറിയാം. സയൻറ്റിഫിക് ആസ്പെക്റ്റിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ പിറകിലെ ശാസ്ത്രം ചിന്തിക്കാറുണ്ടോ? മഴവില്ല് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ചിന്തിക്കുന്ന ആളുകൾ കുറവാണ്. കാരണം അങ്ങനെയല്ല നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. ദാറ്റ് മേ ബി എക്സ്പെക്റ്റഡ് ഓഫ് എനി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. വിദ്യാഭ്യാസമുള്ള കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ചുറ്റുംപുറവും നടക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്ട്, അതായത് എന്ത് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം. ഈ തന്നിട്ടുള്ള സിലബസിന് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം, നെയ്ബറിംഗ് കൺട്രീസായിട്ട് ബന്ധപ്പെട്ട് ഹിസ്റ്ററി, കൾച്ചർ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യൻ പോളിറ്റി എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ദിസ് സിലബസ് ഈസ് ഇറെലവൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം എന്താണ് ടു അപ്ഡേറ്റ് ദി സിലബസ്. പോട്ടെ, നമുക്ക് കുറ്റം പറഞ്ഞു കഴിഞ്ഞല്ലോ, നമുക്ക് മുന്നോട്ട് പോവാം. ഹിസ്റ്ററിയുടെയും പോളിറ്റിയുടെയും സ്റ്റഡി പ്ലാനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരു 3 അല്ലെങ്കിൽ 4 വർഷങ്ങളിലെ ചോദ്യങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓൺ ആൻ ആവറേജ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സ്, പോളിറ്റി, സ്റ്റാറ്റിക് GK, ജോഗ്രഫി, സയൻസ്, എക്കണോമിക്സ്, ആ രീതിയിലാണ്. സയൻസിൽ തന്നെ ബയോളജിയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കണ്ടു. 6 ചോദ്യങ്ങളൊക്കെ ഒരു ഷിഫ്റ്റ് പോയിട്ടുണ്ട്. അതിൽ 4 ബയോളജി എന്നൊക്കെ വന്നിട്ടുള്ള ഷിഫ്റ്റ് അജയ് മാഷ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സയൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ആൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, വെൻ ഇറ്റ് കംസ് ടു ജനറൽ നോളജ്, ജനറൽ അവയർനെസ് വിച്ച് ഇൻക്ലൂഡ്സ് ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സിലബസ് കംപ്ലീഷൻ ഈസ് നോട്ട് പോസിബിൾ. സിലബസ് വേഗമായതുകൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ മോക്ക് എടുക്കുകയുള്ളൂ, സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ PYQ എടുക്കുകയുള്ളൂ, സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പരീക്ഷ എഴുതുള്ളൂ എന്ന് പറയരുത്. സിലബസിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. ഏറ്റവും പ്രാധാന്യമുള്ള റിപ്പീറ്റ് ആയുള്ള ഏരിയാസ് ഏറ്റവും കൂടുതലാണ് പഠിക്കുക. അത് തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഹിസ്റ്ററിയും പോളിറ്റിയും പഠിക്കാം? സുഹൃത്തെ, ആദ്യമേ പറയട്ടെ, ചില മിസലേനിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിരുന്നു. ചില മിസലേനിയസ് ആയിട്ടുള്ള ടോപ്പിക്കിന്, ഇപ്പോൾ ഗുരുചര പ്രതിഹാരസിനെ പറ്റി ഒരു ചോദ്യം കണ്ടിരുന്നു. വളരെ മിസലേനിയസ് ആയിട്ടുള്ള മൗക്കാരി എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ പറ്റി, അവിടുത്തെ ഡൈനാസ്റ്റിയെ പറ്റി ഒരു ചോദ്യം കണ്ടിരുന്നു ഹിസ്റ്ററിയിൽ. അങ്ങനെയുള്ള ചില റെയർ ചോദ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്, അതായത് 25 ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ അതിൽ മജോറിറ്റിയും 20-ലധികം ചോദ്യങ്ങളും ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ PYQ ബാച്ചിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വെർ ഈസി ടു മോഡറേറ്റ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ PYQ അനാലിസിസ് നമുക്ക് കാണിച്ചു തരുന്നതാ
ഇതിനൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ. ഓക്കെ, ഇതിൽ ഹിസ്റ്ററിയും പോളിറ്റിയും അങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഫണ്ടമെൻ്റൽസ് കൃത്യമായിട്ട് ബിൽഡ് ചെയ്ത് തരുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന അത് ഏത് ബാച്ച് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ക്ലാസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കൃത്യമായിട്ട് ഫണ്ടമെൻ്റൽസ്. ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ടൈം ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് സ്റ്റോൺ ഏജിൽ തുടങ്ങുന്നു, പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്, മെറ്റൽ ഏജിലേക്ക് പോകുന്നു, രണ്ടിൻ്റെ ഇടയ്ക്കടിച്ച് ആൽക്കോലിത്തിക്, കോപ്പർ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ്, ആ കാലഘട്ടത്തിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ വേദകാലഘട്ടം, പിന്നീട് നമ്മൾ മഹാജനപദാസിലേക്ക് പോകുന്നു. വേദത്തിന് മുമ്പ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ഒരു ടൈം ലൈനിൻ്റെ ഫ്ലോ നമുക്ക് വേണം. അങ്ങനെ പോയി ഗുപ്തന്മാർ കഴിഞ്ഞു, ഹർഷം കഴിഞ്ഞു, ഏൻഷ്യൻ ഇന്ത്യ കഴിഞ്ഞു, മിഡീവൽ ഇന്ത്യ തുടങ്ങി, അറബ് ടർക്കിക് ഇൻവേഷൻ മുതൽ വന്നു, സ്ലേവ് ഡൈനാസ്റ്റി, മുഗൾ എംപയർ, അങ്ങനെ പോകുന്നു. ആ കാലഘട്ടത്തിൽ യൂറോപ്യൻസ് വരുന്നു, PDBDF, പോർച്ചുഗൽ മുതൽ വരുന്നു, ഫ്രഞ്ച് വരെ വരുന്നു. ഇവരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ എങ്ങനെ ഡോമിനേറ്റ് ചെയ്തു, പോയി 950 ശേഷം ഹിസ്റ്ററി ചോദിക്കാം, പക്ഷെ അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നമുക്ക് ആക്ച്വലി കുറവാണ്. UPSC പോലെ ഒരുപാട് ചോദ്യങ്ങൾ വരാറില്ല. അപ്പോൾ ഇങ്ങനൊരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയും അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ഓൾറെഡി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സുകൾ നിർബന്ധമാണ്. കാരണം നമുക്ക് എപ്പോഴും ബിൽഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫണ്ടമെൻ്റൽസ് ആണ്. ഈ ഫണ്ടമെൻ്റൽസിനെ വീണ്ടും നിങ്ങൾ റിവിഷൻ നടത്തുക. അതാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും നിങ്ങൾ റിവിഷൻ നടത്തുക. ടൈം ലൈനിൽ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇത് കൂടാതെ ഇപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ക്ലാസ് കൂടാതെ ഞങ്ങൾ എന്താ പഠിക്കേണ്ടത്? എൻ്റെ ക്ലാസ് കൂടാതെ നിങ്ങൾ പഠിക്കണം എന്ന് ഒന്നും പഠിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. ക്ലാസ് കൂടാതെ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയാറുള്ളത്, ഹിസ്റ്ററിക്കാണെങ്കിൽ NCERTs ആണ്. NCERTൻ്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് ഹിസ്റ്ററിക്കും ജിയോഗ്രഫിക്കുമാണ്. അല്ലാതെ പൊളിറ്റി, എക്കണോമിക്സ് നിങ്ങൾ കൂടുതലും ക്ലാസ്സുകളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തോളുക. എക്കണോമിക്സിൻ്റെ ഒക്കെ NCERT നല്ലതാണ് 12th സ്റ്റാൻഡേർഡൊക്കെ, പക്ഷേ അതൊക്കെ വായിച്ച് സ്വയം മനസ്സിലാക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹിസ്റ്ററി, ജിയോഗ്രഫിക്കാണ് ഏറ്റവും കൂടുതൽ NCERT ഹെൽപ്ഫുൾ ആവുന്നത്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT. ഇത് വായിക്കുന്നത് സമയം വേസ്റ്റ് ആണെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 4 മാസം മുന്നേയൊക്കെയാണ് പലരും സമയം വേസ്റ്റാണെന്ന് പറയുന്നത്. 4, 3, 7 മാസം ഉണ്ടായിരുന്നു, സമയം വേസ്റ്റ് ആവില്ലായിരുന്നു. ഇനിയും സമയം വേസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം വേസ്റ്റ് അല്ലാന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ കഥ പോലെ ആസ്വദിച്ചിരുന്ന് വായിക്കാനാണെങ്കിൽ സമയം പോവും. അപ്പോൾ എഫക്റ്റീവായിട്ട് വായിക്കാൻ ശ്രമിക്കുക. അവസാനത്തെ 1 മാസമൊക്കെ വായിക്കാനുള്ള പോസിബിൾ അല്ല. അപ്പോൾ അടുത്ത 2 മാസമെങ്കിലും അത് വായിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ക്ലാസ് കൂടാതെ വേറെ എന്തൊക്കെ ചെയ്യണം? കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് തരക്കേടില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് NCERT വായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബാച്ചിൽ ഞാൻ TCSൻ്റെയും എഡ്യൂക്കേറ്റിയുടെയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടും തമ്മിൽ അധികം ആർക്കും തിരിച്ചറിയാൻ പറ്റാറില്ല. കാരണം TCSൻ്റെ PYQs എഡ്യൂക്കേറ്റ് ചോദിച്ചിട്ടുണ്ട്. TCSൻ്റെ പല ഷിഫ്റ്റുകളിൽ നടന്ന PYQs ക്ലബ് ചെയ്തിട്ട് എഡ്യൂക്കേറ്റ് ചോദിച്ചിട്ടുണ്ട്. എഡ്യൂക്കേറ്റിയുടെ സമയത്ത് GK ബുദ്ധിമുട്ടായി, ടൈം കൺസ്യൂമിംഗ് ആയി. ബുദ്ധിമുട്ടായി എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, പല സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എടുത്ത് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഒരു മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം പോലെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് എഡ്യൂക്കേറ്റിയുടെ ആകട്ടെ അല്ലെങ്കിൽ TCSൻ്റെ ആകട്ടെ, പിനാക്കിൾ പോലുള്ള കമ്പൈലേഷൻസ് ആകട്ടെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് NCERT വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും, വായിക്കണമെന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്, വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഒരു കോംപ്രമൈസ് വരുത്തരുത്. ഒരു ദിവസം ഇത്ര PYQ എങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കേണ്ടത് എവിടെയാണെന്ന് അറിയോ? ഈ ഒരു ഏരിയ ഉണ്ടോ, സ്റ്റാറ്റിക് GK. 3 മുതൽ 5 ചോദ്യങ്ങൾ വരെ വരുന്ന സ്റ്റാറ്റിക് GKയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ്. ഒരു ഉദാഹരണം പറയാം. ഏറ്റവും കൂടുതൽ ഫോക്കസ് വരുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗത്താണ്. ആർട്ട് ആൻഡ് കൾച്ചർ, അതായത് മ്യൂസിക് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, അല്ലെങ്കിൽ ഫോക്ക് ഡാൻസസ്. ഇതിനൊക്കെയാണ് സുഹൃത്തെ പ്രാധാന്യം കൂടുതൽ. അപ്പോൾ നിങ്ങൾ പറയും പണ്ട് ചോദിച്ച പോലെയല്ല, ഇപ്പോൾ ഡിഫിക്കൽട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കളരിപ്പയറ്റ് ഏത് സ്റ്റേറ്റിലാണ്? നമ്മൾ ഉത്തരം കൊടുത്തു കേരളം. ഈ അടുത്ത് കടന്ന ചോദ്യത്തിൽ പരീക്ഷയിൽ കളരിപ്പയറ്റിനെ പറ്റി നമുക്ക് മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വന്നിട്ടുണ്ട്. കളരിപ്പയറ്റ് അതൊരു മാർഷ്യൽ ആർട്ട് ഫോം ആണെന്നുള്ളത്, പിന്നെ അതിനെപ്പറ്റി എന്തോ ഒരു മിസലേനിയസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. താഴെ തന്നിരിക്കുന്ന ആർട്ട് ഫോംസിൽ മാർഷ്യൽ ആർട്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? നമുക്ക് കളറിപ്പയറ്റ് പോലെ പല സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സിലമ്പാട്ടം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങനത്തെ ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ബീഹു ഏത് സ്റ്റേറ്റിൻ്റെ ഏതാണെന്നും ബീഹു സെലിബ്രേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബീഹുവിനകത്തുള്ള പ്രത്യേക സാധനം എടുത്ത് ചോദിച്ചെന്നുള്ളൂ. ഇപ്രാവശ്യം പടയണി വാർത്തയിലുണ്ടായിരുന്നു. പടയണി ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാം. പടയണിയുടെ പർപ്പസ് എന്താ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം എന്നുള്ളത് നമ്മളോട് ചോദിക്കാം.
അപ്പോൾ ഈ സാധനങ്ങൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ്. സ്റ്റാറ്റിക് ജി കെക്ക് ഞാൻ വീണ്ടും പറയട്ടെ, ക്ലാസ്സുകൾ കൂടാതെ പിന്നാക്കൾ പോലുള്ള കമ്പൈലേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കമ്പൈലേഷൻ വാങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെ വായിക്കുക. ഒരുപാട് ചോദ്യങ്ങളുണ്ട് വായിക്കാൻ. നിങ്ങൾ ബ്ലാക്ക് ബുക്കിൽ നിന്ന് വൊക്കാബ് ബിൽഡ് ചെയ്യാൻ വേണ്ടി വാക്കുകളും മീഡിയംസ് ഒക്കെ വായിക്കാറില്ലേ, അതുപോലെ സ്റ്റാറ്റിക് ജി കെക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. ക്ലാസ് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഹിസ്റ്ററി ആൻഡ് പോളിറ്റി ഞാൻ പറയട്ടെ, റിവൈസിങ് ദ ഫണ്ടമെൻ്റൽസ് അതാണ് കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ മിസലേനിയസ് ഏരിയാസ് പഠിക്കാനായിട്ട് നിൽക്കല്ലേ. നിങ്ങൾ എന്നോട് ഇപ്പോൾ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ആ ഏരിയ പഠിക്കണ്ടേ. ചില മിസലേനിയസ് ഏരിയാസ് ഉണ്ട്, ഞാൻ പറയാം അത് പഠിക്കണ്ട. അത് ഞാൻ നിങ്ങളുടെ റിവിഷനിൽ 3-4 ചോദ്യത്തിലൂടെ പറഞ്ഞുതരാം. അത്രയും ഫോക്കസ് ചെയ്തതിന് ആവശ്യമുള്ളൂ. അതേ സമയത്ത് നിങ്ങൾ ഇരുന്നിട്ട് ഹിസ്റ്ററിയുടെ തന്നെ ഫണ്ടമെന്റൽസ് പഠിക്കും, ഈ പൊളിറ്റിയുടെ ഫണ്ടമെന്റൽസ് പഠിക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സിന് റിപ്പീറ്റ് വാല്യൂ കൂടുതലാണ്, അത് നിങ്ങളിരുന്ന് പഠിക്കും. അല്ലാതെ നിങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് പേസ ആക്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ പറ്റി തന്നെ വീണ്ടും റിവിഷൻ നടത്തിയാൽ മതി. പേസ ആക്ടിനെ പറ്റി ചോദിക്കാൻ ചാൻസുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്നും നിങ്ങളിൽ എത്ര പേർക്ക് കറക്റ്റ് എല്ലാ 12 ഷെഡ്യൂളിലും പറയാൻ പറ്റും? 25 സ്ഥിരം ചോദിക്കുന്ന 10-12 പാർട്സിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 10-12 പാർട്സ് ആ സ്ഥിരം ചോദിക്കുന്ന സാധനം പെട്ടെന്ന് പാർട്ട് 1, 2, 3, 4, 5 ചോദിക്കാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് പറ്റും? അങ്ങനെയുള്ള ഫണ്ടമെന്റൽസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. അങ്ങനെ കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്ത് ഫണ്ടമെന്റൽസ് നിങ്ങൾ ബിൽഡ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ റിവിഷൻ ഹിസ്റ്ററിക്ക് NCERT കൂടി ഉണ്ടെങ്കിൽ പൂർത്തിയായി. ക്ലിയർ? തിരുവനന്തപുരത്തുള്ള ഒരു സദ്യയുടെ കൂടെ ബോളി കഴിച്ചിട്ട് പെർഫെക്റ്റ് എന്ന് പറയില്ലേ, അതുപോലെയാണ്. ക്ലിയർ? ഇതിൻ്റെ കൂട്ടത്തിൽ GK നമുക്ക് വേണ്ടത് കോമൺ സെൻസ് ആണ്. എന്നെ പണ്ട് പഠിപ്പിച്ച ഒരു മാഷ്, ഞാനിത് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ ടു ഓൾ. കോമൺ സെൻസ് എന്നാണ് എൻ്റെ പേര്, പക്ഷെ അത് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. അത് സത്യമാണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലേ യുവർ ഒബ്സർവേഷൻസ്. ആ ഒബ്സർവേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇലക്ഷൻസിൽ ഇത്രയധികം സ്ത്രീകളുടെ ഫ്ലെക്സ് നമ്മൾ കാണുന്നത്? ഇത്രയധികം സ്ത്രീകൾ പഞ്ചായത്ത് ഇലക്ഷനിൽ പെട്ടെന്ന് സ്ത്രീകളുടെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല. MLA ഇലക്ഷനിൽ MP ഇലക്ഷനിൽ അത് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ റിസർവേഷൻ എന്നുള്ള സാധനം വരണം, 50% റിസർവേഷൻ. അപ്പോൾ നമ്മൾ 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയെ പറ്റി ചിന്തിക്കണം. അപ്പോൾ നമ്മൾ നാരി ശക്തി വന്ദന അധിനിയം 33% റിസർവേഷൻ MLA സീറ്റുകളിലും ലോക്സഭാ സീറ്റുകളിലേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും 2029 മുതൽ. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനും കണക്ട് ചെയ്യാനും. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, തേക്ക് ഏത് തരം ഫോറസ്റ്റിലാണ്? തേക്ക് കാണാത്ത മലയാളി ഉണ്ടെന്ന് തോന്നുന്നില്ല. തേക്കിന് ഇല പൊഴിയോ? തേക്ക് മഴക്കാലത്ത് മഴയുള്ള ഫോറസ്റ്റിലാണോ കാണാറ്? ഡ്രൈ ആയിട്ടുള്ള ഫോറസ്റ്റിലാണോ? വെറ്റായിട്ടുള്ളതാണോ? ഇല പൊഴിക്കുമോ? എവർഗ്രീനാണോ? ഈ സാധനം നമ്മൾ കാണുന്നതാണ്. ഈ സാധനം നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പറയാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഹിസ്റ്ററിയിലും പോളിറ്റിയിലും ചോദിച്ചിട്ടുള്ള 2025 CGL പരീക്ഷയുടെ ടയർ 1 ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങൾ വെച്ച് പരിചയപ്പെടുത്താം. എന്തിനാണ് ഈ ചോദ്യങ്ങൾ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചോദ്യങ്ങൾ TCS നടത്തുമ്പോഴുള്ള സമയത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റ് വാല്യുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. കണ്ടോ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സ് 7 ഉണ്ടായിരുന്നു, പിന്നെ അത് 6 മാറി. ഒരു അടിപൊളി കോഡിലൂടെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചിട്ടുണ്ടല്ലേ? ഒരു കുട്ടി ജനിച്ച് സ്കൂളിൽ പോയി അവസാനം കല്യാണം കഴിച്ച് ആ കുട്ടിക്ക് കുട്ടിയാകുന്ന വരെയുള്ള കേസ് ആ കോഡിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് റിമൂവ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന സാധനമല്ലേ? ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് Fൽ നിന്ന് എടുത്തു മാറ്റി ആർട്ടിക്കിൾ 300A കൊണ്ടുപോയ സാധനം അതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലേ? സ്വത്തവകാശം അല്ലേ? അപ്പോൾ നമ്മുടെ CGL 2025 മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് റൈറ്റ് ടു പ്രോപ്പർട്ടി അറ്റ് പ്രസന്റ്? റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ ഇന്നത്തെ സ്വഭാവം എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കളഞ്ഞോ? ഇല്ല, 300A ഭാഗമാണ്. സോ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ റൈറ്റ് ആണ്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒരു അവകാശമാണ്, പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിന്ന് വീണ്ടും വന്നിട്ടുണ്ട്. അടുത്തത്, ആർട്ടിക്കിൾ 50 ഈസ് എ പാർട്ട് ഓഫ് വിച്ച് സെക്ഷൻ? നമ്മളോട് കഴിഞ്ഞ വർഷം 2025 ആർട്ടിക്കിൾ 51 കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു. എന്താണ് ആർട്ടിക്കിൾ 51 കണ്ടന്റ്? മറ്റൊരു ചോദ്യം, ആർട്ടിക്കിൾ 50 ഏത് ഭാഗത്തിനാണ്? സുഹൃത്തെ, ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം, പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, DPSPs, ആർട്ടിക്കിൾസ് 36 to 51. ഇതും കോഡുകൾ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? 50, 50 എന്ന് ഓർത്താൽ മതി. നമ്മൾ പകുതി നിങ്ങൾ പകുതി. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ്സ്. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഏതാത്? DPSP. പ്രീവിയസ് ക്വസ്റ്റൻ അല്ലേ? അടുത്ത നിങ്ങൾ നോക്കിയേ, അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSPs?
കുറച്ചുകൂടെ ചോദ്യത്തിൻ്റെ ഡിഫിക്കൽട്ടി കൂട്ടിയെന്നൊന്നുമില്ല. ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ DPSP എടുത്ത് ജസ്റ്റ് കമ്പൈൽ ചെയ്തിട്ട് ചോദിക്കുന്നു. എന്താണ്? ബോത്ത് ആർ ജസ്റ്റീഷ്യബിൾ ആൻഡ് എൻഫോഴ്സിബിൾ ബൈ ദ കോർട്സ്. ആണോ? DPSP എൻഫോഴ്സിബിൾ ആയിരുന്നെങ്കിൽ ആർട്ടിക്കിൾ 44 പറയുന്ന യൂണിഫോം സിവിൽ കോഡ് എല്ലാ സംസ്ഥാനത്തും വന്നേനെ. ആകെ വന്നിട്ടുള്ളത് 2 സംസ്ഥാനങ്ങളിലാണ്. നിങ്ങൾക്കറിയാം, ഉത്തരാഖണ്ഡിലും ഇപ്പോൾ ഗുജറാത്തിലും. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഗോവയിലുണ്ടായിരുന്നു, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ദേ ആർ നോട്ട് ജസ്റ്റീഷ്യബിൾ. ഗുജറാത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാനായിട്ട് സാധിക്കില്ല. അത് തെറ്റല്ലേ? അല്ല. കാരണം DPSPയിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ശ്രമിക്കണം. DPSPയിൽ പറഞ്ഞു കേരളം കൊണ്ടുവന്നില്ല, കോടതി പോകാൻ പറ്റില്ല. കാരണം DPSPs ആർ നോൺ ജസ്റ്റീഷ്യബിൾ. അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. അടുത്തത്, DPSPs ഓവർറൈഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വെൻ ഇൻ കോൺഫ്ലിക്റ്റ്. ആണോ? മൗലികാവകാശത്തിന് ലംഘിച്ചിട്ടാണെങ്കിലും DPSP നടത്തിക്കോളൂ. ഒരു സമയത്ത് അതിനുള്ളൊരു ശ്രമം നടന്നിരുന്നു. ഇപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെ ഒരു ശ്രമം നടന്നിരുന്നു. DPSPs ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫണ്ടമെന്റൽ റൈറ്റ്സിന് ലംഘിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഒരുപാട് ജുഡീഷ്യൽ ജഡ്ജ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. മിനർവ മിൽസ് കേസ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ്. അതിൽ പറയുന്നുണ്ട്. അതിലെന്താ പറയുന്നത്? കൃത്യമായിട്ട് എന്താ പറയുന്നത്? DPSPs ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് രണ്ടും ചേരുമ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബെഡ്റോക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെന്റൽ സെറ്റ് ആകുന്നത്. ബോത്ത് ആർ ഈക്വലി റിലവൻ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? അടുത്ത് വായിച്ചേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ, DPSPs ആർ നോട്ട്. നമ്മുടെ ഉത്തരം. അടുത്തത്, DPSPs ആർ ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഓപ്ഷണൽ. തെറ്റല്ലേ? രണ്ടും ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ ലംഘിക്കാൻ കഴിയാത്തത്, ജസ്റ്റീഷ്യബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോമൺ സെൻസ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്യും. നമ്മുടെ അവകാശങ്ങൾ ഓപ്ഷനിലാണ്. അങ്ങനെയാണോ? അവകാശങ്ങൾ ഓപ്ഷനിലാവാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയിൽ നേരിട്ട് പോകാൻ ആർട്ടിക്കിൾ 32 നമുക്ക് തരുമോ? ഇല്ല. അപ്പം നമ്മുടെ കോമൺ സെൻസും നമുക്കവിടെ അപ്ലൈ ചെയ്യാം. ഹിസ്റ്ററിയിലേക്ക് വരാം. ഒരു ചോദ്യം മോഹൻജൊദാരോയെ പറ്റിയാണ്. 1922 RD ബാനർജി കണ്ടുപിടിച്ച ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധ് ഭാഗത്തുള്ള മോഹൻജൊദാരോ. അതിമനോഹരമായ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലേ? അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇറ്റ് വാസ് വെരി നോട്ടബിൾ ബിക്കോസ് ഈച്ച് ഹൗസ് വാസ് കണക്റ്റഡ് ടു ഡാഷ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണേ, ഡ്രെയിനേജ് സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങൾ ഒരു സിറ്റിയിലാണ് താമസിക്കുന്നിരിക്കട്ടെ, അന്നത്തെ പ്രധാനപ്പെട്ട സിറ്റിയല്ലേ മോഹൻജൊദാരോ. നിങ്ങൾ ഒരുപാട് വീടുകൾ, ഒരുപാട് കച്ചവടങ്ങളും കടകളൊക്കെ ഉള്ള ഭയങ്കര ബിസി ആയിട്ടുള്ള ഏരിയ ആണ് ഒരു സിറ്റി എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോൾ അവിടുത്തെ ഓരോ വീട്ടിലെയും ഡ്രെയിനേജ് സിസ്റ്റം നേരെ പോകുന്നത് അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടർ ടാങ്കിലേക്കാണോ? ആണോ? വിവരമുള്ള ആരെങ്കിലും വാട്ടർ ടാങ്കിലേക്ക് ഡ്രെയിനേജ് വിടുവോ? സെൻട്രൽ പില്ലർ ഫോർ സപ്പോർട്ട്. എനിക്കിതിൻ്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. സെൻട്രൽ പില്ലർ ഫോർ സപ്പോർട്ട്. ഒരു പില്ലർ പണി കഴിപ്പിച്ചിട്ട് ഡ്രെയിനേജ് സിസ്റ്റം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എ കവേർഡ് സ്ട്രീറ്റ് ഡ്രെയിൻ. കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൻ്റെ ഡ്രെയിൻ അത് പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡി വായിച്ചു നോക്കി. റൂഫ് ടോപ്പ് റിസർവയർ. വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ മുഴുവൻ നമ്മൾ റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം നല്ല നല്ല ഓപ്ഷൻസ് പോലും ഇവിടെ ഇല്ല. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് പ്രോപ്പറായിട്ട് കവർ ചെയ്ത ഒരു സ്ട്രീറ്റ് ഡ്രെയിൻ, ഒരു കോമൺ ആയിട്ടുള്ള സ്ട്രീറ്റിൻ്റെ ഡ്രെയിനിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചറും അത് തന്നെയായിരുന്നു. ഓക്കെ, അത് മോഹൻജൊദാരോ. ഇൻഡസ് വാലി സിവിലൈസേഷൻ. നേരെ സൗത്ത് ഇന്ത്യയിലേക്ക് വരാം. ചോളന്മാരുടെ സമയത്തേക്ക് വരാം. ചോളന്മാരുടെ ക്യാപിറ്റൽ, ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റലായിരുന്നു തഞ്ചാവൂർ അല്ലേ? എന്താണ് തഞ്ചാവൂരിൻ്റെ പ്രത്യേകത? റൈസ് ബൗൾ ഓഫ് തമിഴ്നാട് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ മെയ്യഴകൻ സിനിമയൊക്കെ എടുത്ത അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കാവേരി നദി അതിലൂടെ ഒഴുകുന്നു. കാവേരി ഡെൽറ്റയാണ് ചോളന്മാരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയുടെ, ഇന്നത്തെ തമിഴ്നാടിൻ്റെയും കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, വാട്ട് വാസ് എ മേജർ ചലഞ്ച് ഫോർ അഗ്രികൾച്ചർ ഫേസ് ബൈ ദ ചോളന്മാർ അപ്പാർട്ട് ഫ്രം റോക്കി ലാൻഡ്? പാറ ഉണ്ടായിരുന്നു. അതുകൂടാതെ എന്തായിരുന്നുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അടി കിട്ടും. എന്താ കാരണം? ലാക്ക് ഓഫ് സീഡ്സ്. വിതയ്ക്കാനായിട്ട് വിത്തില്ലാത്ത കർഷകർ അല്ല. അത് നിങ്ങൾ വിചാരിക്കരുത്. ഗ്രീൻ റെവല്യൂഷൻ വന്നപ്പോൾ ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡൊക്കെ വന്നത്. പണ്ട് വിത്തില്ല എന്നൊക്കെ വിചാരിക്കരുത്. ലാക്ക് ഓഫ് ലേബർ. ഇന്ത്യയിൽ എന്തെങ്കിലും 150-ലധികം കോടി ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ലാക്ക് ഓഫ് ലേബർ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മലയാളികൾക്ക് മടിയുള്ളപ്പോൾ വായ്മാർ ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട്. ലാക്ക് ഓഫ് ലേബർ അത് ഇല്ല. ഇറിഗേഷൻ വാട്ടർ. പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ. പെസ്റ്റ് അത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉള്ളതാണ്. തമിഴ്നാട്ടിൽ ചോളന്മാരുടെ മാത്രം പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചോളന്മാരിലെ ഒരു രാജാവ് പണി കഴിപ്പിച്ച ഡാമാണ് കല്ലണൈ ഡാം. ലേറ്റർ ചോളാസ് അല്ല കേട്ടോ,
പുരാതന കാലത്ത് ചോളന്മാർ കരികാലച്ചോളൻ പണി കഴിപ്പിച്ചാണ് ഗ്രാൻഡ് ആനിക്കട്ട് അല്ലെങ്കിൽ കല്ലണൈ ഡാം. ഇതാ ഈ നദിക്ക് അക്രോസ് ആയിട്ട്. തമിഴ്നാടും കർണാടകവും തമ്മിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാവേരിയിലെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. തമിഴ്നാട്ടിലെ പല രാഷ്ട്രീയക്കാരും ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ പൂവാട്ടോ എന്ന് പറയുമ്പോൾ അധികം ഒച്ചയിൽ അവർ പറയാറില്ല. കാരണം പോയി കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളം കിട്ടില്ല എന്നുള്ളതാണ്. കുടിക്കാൻ വെള്ളം കിട്ടില്ല. ക്ലിയർ ആണോ? സ്വന്തമായിട്ട് തമിഴ്നാട്ടിൽ തുടങ്ങി തമിഴ്നാട്ടിലോട്ട് ഒഴുകുന്ന നദികൾ കുറവാണ്. കാരണം ജോഗ്രഫിക്കലി വെസ്റ്റേൺ ഗാർഡ്സ് ഇപ്പുറം വരുന്നു. അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്നും തമിഴ്നാട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ശുദ്ധജലത്തിൻ്റെ അവൈലബിലിറ്റി കുറവ്. കേരളവുമായിട്ട് പ്രശ്നം വരുന്നില്ലേ? ഇല്ലേ? ഇവിടെ ഡാം കൂട്ടിക്കഴിഞ്ഞാൽ ആയിരങ്ങൾ മരിക്കും. കുഴപ്പമില്ല, ഞങ്ങൾക്ക് മുല്ലപ്പെരിയാറിലെ വെള്ളം വേണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലോജിക്കലി ചിന്തിക്കും. നമ്മുടെ ഉത്തരം എന്താ? ഇറിഗേഷൻ വാട്ടർ. കാവേരി ഉള്ളിടത്ത് കുഴപ്പമില്ല, ബാക്കിയുള്ളിടത്ത് പ്രശ്നമായിരുന്നു. ക്ലിയർ ആണോ? ഇപ്പോൾ വിജയ് ഭരണത്തിലേക്ക് വന്ന് പറഞ്ഞില്ലേ മേക്കടത്ത് മേഘദാതു അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. ആ പ്രൊജക്റ്റിനെ പറ്റി കർണാടകയോട് സംസാരിക്കും. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള വെള്ളം കുറയും അല്ലേ? അടുത്ത ചോദ്യം വായിച്ചേ. വാട്ട് ചേഞ്ച് ഡിഡ് ദ റെഗുലേറ്റിംഗ് ആക്ട് ബ്രിങ് ടു ദ പോസ്റ്റ് ഓഫ് ദ ഗവർണർ ഓഫ് ബംഗാൾ? സുഹൃത്തെ, എത്ര തവണ നമ്മൾ ലൈവിലും ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുകയാണ്, ഫോക്കസ് ഓൺ യുവർ ഫണ്ടമെന്റൽസ്, റിവൈസ് യുവർ ഫണ്ടമെന്റൽസ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്ന മാറ്റം എന്താ? 1757 പ്ലാസി, 64 ബക്സർ, 1765 ട്രീറ്റി ഓഫ് അലഹബാദ്. കറപ്ഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറപ്ഷൻ വന്ന് ഇത്രയും വരുമാനം കിട്ടിയ കമ്പനി മുടിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ട് കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്നു, ദ റെഗുലേറ്റിംഗ് ആക്ട്. എന്താ പ്രത്യേകത? ഗവർണർ ഓഫ് ബംഗാളിനോട് എന്ത് പറഞ്ഞു? ഹി വാസ് റിക്വയർഡ് ടു റിപ്പോർട്ട് ഡയറക്ട്ലി ടു ദ ബ്രിട്ടീഷ് ക്രൗൺ. ആണോ? ബംഗാളിൽ ഗവർണറുണ്ട്, ബോംബെയിലുണ്ട്, മദ്രാസിലുണ്ട്. ഇയാളോട് മാത്രം പറയാണ് ക്രൗണിനോട് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണോ? അല്ല, അത് പോസിബിൾ അല്ലല്ലോ. അന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ അത്രയും പൂറായിട്ടുള്ളപ്പോൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് നടക്കില്ല. അങ്ങനെ ക്രൗണിനോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1858 കൊണ്ടുവന്ന സാധനമാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഒരു ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ മെമ്പറാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ളത്. അല്ലാതെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ പോലെ വീഡിയോ കോൾ വിളിച്ചിട്ട് ചേച്ചി ഇന്ന് ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടന്നു പറയാനായിട്ട് സാധിക്കില്ല. ഹി വാസ് റെഡ്യൂസ്ഡ് ടു എ സെറിമോണിയൽ പൊസിഷൻ. ആണോ? ഹിസ് റോൾ വാസ് എലിവേറ്റഡ് ടു ദ ഗവർണർ ജനറൽ വിത്ത് എ കൗൺസിൽ ഓഫ് 4 members. ഹി വാസ് ട്രാൻസ്ഫേർഡ് ടു ദ മദ്രാസ് പ്രസിഡൻസി. ബംഗാളിലെ ഗവർണറിനോട് മദ്രാസിൽ പോയിരിക്കാൻ പറഞ്ഞാൽ മദ്രാസിലെ ഗവർണർ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് 2 ഗവർണറിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബോംബെയുടെയും മദ്രാസിൻ്റെയും പവർ എടുത്തിട്ട് ബംഗാളിന് കൊടുക്കുന്നു. ബിഗിനിങ് ഓഫ് സെൻട്രലൈസേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ അല്ലേ? അധികാര കേന്ദ്രീകരണം ബംഗാളിലേക്ക് പോകുന്നു. ബംഗാളിൻ്റെ ഗവർണറിന് പ്രൊമോഷൻ കൊടുത്ത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കുന്നു. അദ്ദേഹത്തിനോട് പറയുന്നു പതുക്കെ ബോംബെയുടെയും മദ്രാസിൻ്റെയും കാര്യം നോക്കുക. അപ്പം മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും, ഒരു കൗൺസിൽ എടുത്തോ. മന്ത്രിമാരെ പോലെ അങ്ങനെ 4 പേരുടെ കൗൺസിൽ കൊടുക്കുന്നു. വാറൻ ഹേസ്റ്റിങ്സ് ബിക്കെയിം ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലേ? ബംഗാളിന്റെ ഗവർണറായിരുന്ന അദ്ദേഹം തന്നെയാണ് ബംഗാളിന്റെ ഗവർണർ ജനറലായിട്ട് വരുന്നത്, ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് വരുന്നത്. 1833 ചാർട്ടർ ആക്ട് വന്നപ്പോൾ അത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി. 1858 അത് വൈസ്രോയി ആയി. കുറച്ച് നാൾ മുന്നേ സൈലത്തിൻ്റെ ചാനലിൽ ഒരു ഷോർട്സ് ചെയ്തു, നമ്മുടെ ആട് 3 സിനിമ വന്നപ്പോൾ. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പറയുന്ന സാധനം റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ്. ചോദിക്കും. 2025 നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ സുഹൃത്തെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതാണ് മെജോറിറ്റി. ഈസി ടു മോഡറേറ്റ് ഫണ്ടമെന്റൽസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് മെജോറിറ്റി. അതുകൊണ്ട് ബിൽഡ് യുവർ ബേസിക്സ്. അടുത്ത 3 മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബേസിക്സ് ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്ലാസ് വേണം. അങ്ങനെ ഒരു ക്ലാസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. സ്മാർട്ട് റിവിഷൻ ബാച്ച് 1499 രൂപ വരുന്ന ഈ ബാച്ചിലെ ക്ലാസ്സുകൾ 12-ാം തീയതി ആരംഭിക്കും. നമ്മുടെ റെഗുലർ ബാച്ചിൽ നമ്മൾ പഠിപ്പിക്കുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഒരു പേൾ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാകും, അതിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഏതൊക്കെ കാണണമെന്ന് പറയും, അത് കണ്ടിട്ട് വരും. ഉദാഹരണത്തിന് നിങ്ങളോട് പറയുകയാണ് ഗുപ്തന്മാരെ കണ്ടിട്ട് വരിക, ആ ഗുപ്തന്മാരുടെ റിവിഷൻ നമ്മളിവിടെ നടത്തും. അങ്ങനെ ഓരോ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് റിവിഷൻ ഉണ്ടാകും. 150-ലധികം മണിക്കൂറിലായിരിക്കും റിവിഷൻ പോകുന്നത്. ക്ലിയർ ആണോ? ഈ റിവിഷൻ ക്ലാസ്സുകളിൽ നമുക്ക് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, മാക്സിമം PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാം, എക്സ്പെക്റ്റഡ് ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. PYQവിനെ കീറി മുറിക്കുമ്പോഴാണല്ലോ വരാൻ വേണ്ടി പോകുന്ന ചോദ്യം നമുക്ക് കിട്ടുന്നത് അല്ലേ? സെക്ഷണൽ ടൈമറുള്ള 20-ലധികം ഫുൾ മോക്ക് ടെസ്റ്റുകൾ സൈലത്തിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അത് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ PYQs ഉൾപ്പെടുന്ന റിവിഷൻ ലൈവ് ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട്. 20-ലധികം സെക്ഷണൽ ടൈമറുള്ള ഫുൾ മോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഈ ഒരു പ്രൈസിന് ഓഫർ ചെയ്യുന്നത് വേറെ ഒന്നും ഓഫർ ചെയ്യാനില്ല എന്നുള്ളതാണ്. ക്ലിയർ? സൈലത്തിൻ്റെ ആപ്ലിക്കേഷനിൽ പോയിട്ട്
SSC വെർട്ടിക്കലി പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറയട്ടെ, സൈലത്തിൻ്റെ ഓഫ്ലൈൻ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുൻപ് 7 സെൻറ്ററുകളായിട്ട് കേരളത്തിലെ 1, 2, 4, 6, 7 ഏഴാണല്ലോ, 7 സെൻറ്ററുകളിലായിട്ട് നമ്മുടെ ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ, ഫ്രീ ആയിട്ടുള്ള ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ വരുന്നുണ്ട്. SSC പരീക്ഷകളെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഓരോരോ വിഷയങ്ങളെ പറ്റി ഒരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണമെങ്കിൽ, പുതിയ പാറ്റേണിൽ എന്തൊക്കെ ചെയ്യണം, സെക്ഷൻ ടൈമുള്ളപ്പോൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങളിതാ ഈ വർഷം പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന ആളുകളാകട്ടെ, നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം, വിച്ച് ഈസ് ഫ്രീ. അപ്പോൾ ഓരോ സെൻറ്ററിലും എപ്പോഴാണ് ഈ വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 1-2 ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഫ്രീ വർക്ക്ഷോപ്പ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതത് സെൻറ്ററിലെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഓഫ്ലൈൻ വർക്ക്ഷോപ്പിന് വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഹിസ്റ്ററിയും പോളിറ്റിയും എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്റ്റാറ്റിക് GKയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഓരോരോ ടീച്ചർമാരും അതത് വിഷയങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് നിങ്ങളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആക്കിയിട്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക, നല്ലപോലെ പഠിക്കുക, ഇഷ്ടമുള്ള ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. സംഭവം അടിപൊളിയാവട്ടെ. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.